എല്ലാവർക്കും നമസ്കാരം. മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച മനിതർ കാലം എന്ന പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങാണ് ഇന്നിവിടെ നടക്കുന്നത്. ഈ ചടങ്ങിൽ അധ്യക്ഷൻ വഹിക്കുന്ന എബ്രഹാം മാത്യു സാറിനെയും ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന ഡോക്ടർ ജോൺ ബ്രിട്ടാസ് സാറിനെയും പ്രകാശനം നിർവഹിക്കുന്ന കെ ശൈലജ ടീച്ചർ MLA യും പുസ്തകം ഏറ്റുവാങ്ങുന്ന NE സുധീറിനെയും നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും മാതൃഭൂമി ബുക്സിൻ്റെ പേരിലും സ്വാഗതം ചെയ്യുന്നു. ഇതിന് നന്ദി പറയുന്ന ബിജു മുത്തത്തിയും മാതൃഭൂമി ബുക്സിൻ്റെ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് ചടങ്ങ് ആരംഭിക്കുകയാണ്. അധ്യക്ഷ പ്രസംഗത്തിനായി എബ്രഹാം മാത്യു സാറിനെ ക്ഷണിക്കുന്നു. ബിജുവിൻ്റെ പുസ്തകം, ബിജുവിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ദൃശ്യമാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ പലതരത്തിലുള്ള പരിപാടികൾ പല ഘട്ടങ്ങളിലും കണ്ട ആളുകളാണ് ഇവിടെ കൂടിയിരിക്കുന്ന സുഹൃത്തുക്കൾ. മറ്റൊന്ന്, ഞങ്ങളെല്ലാം ഒരുമിച്ച് പ്രവർത്തിച്ച കൈരളിയിലെ പരിചിതമായ മുഖങ്ങൾ, ഞങ്ങളുടെ ആത്മ സുഹൃത്തുക്കളെല്ലാം ഒത്തുചേർന്നിരിക്കുന്നു. അങ്ങനൊരു അത്യപൂർവമായ സന്ദർഭത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. ബിജുവിൻ്റെ വാർത്തയോടും മനുഷ്യരോടുമുള്ള സമീപനത്തിൻ്റെ പ്രതിഫലനമാണ് മനിതർ കാലം. ഞങ്ങൾ സമകാലീനരായിരുന്നു, സഹപ്രവർത്തകരായിരുന്നു. എനിക്ക് അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുന്ന സമയത്ത് തന്നെ മനുഷ്യരോടുള്ള, സമൂഹത്തോടുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടും അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതും എന്നെ വല്ലാതെ ആകർഷിച്ചിട്ടുള്ള കാര്യമാണ്. ഒരുപക്ഷെ അതൊരു സാമ്യം കൂടിയാണ്. വിരസമായിട്ടുള്ള വാർത്താ ജീവിതത്തെ സർഗാത്മകമാക്കുന്ന തരത്തിലാണ് ബിജു ഇത്തരം മനുഷ്യരെ കണ്ടെത്തുന്നതും അവരുടെ ജീവിതത്തെ പ്രതിഫലിപ്പിക്കുന്നതും. അപ്പോൾ വാർത്തയും സർഗാത്മകമായ ജീവിതവും തമ്മിലുള്ള അതിർവരമ്പ് വളരെ നേരിയതാണ്. ബിജുവിൻ്റെ രചന അല്ലെങ്കിൽ ബിജുവിൻ്റെ ദൃശ്യവൽക്കരണം ഈ അതിർവരമ്പുകളെ ഭേദിക്കുന്നതാണ്. അദ്ദേഹം കണ്ടെത്തിയ മനുഷ്യരാണ് നമ്മുടെ പൊതുമണ്ഡലത്തിൽ കാണാത്ത മനുഷ്യർ. മാധ്യമപ്രവർത്തകർ പൊതുവെ രാഷ്ട്രീയ നേതാക്കളെയും സാമുദായിക നേതാക്കളെയും ഒക്കെ കണ്ട് അവരുടെ അഭിമുഖങ്ങളുമൊക്കെ ശേഖരിച്ച് വാർത്താധിഷ്ഠിതമായി അവരെ നോക്കിക്കാണുന്ന മനുഷ്യരാണ്. അങ്ങനെയാണല്ലോ ചെയ്യേണ്ടതും. അതിനപ്പുറത്തുള്ള ഒരു ജീവിതത്തെയാണ് ബിജു മുത്തത്തി തൻ്റെ പുസ്തകത്തിലൂടെ അവതരിപ്പിക്കുന്നത്. ഇത് ഏറ്റവും ഹൃദ്യമാണ്. ഞാൻ അതിലൂടെ കടന്നുപോയപ്പോൾ പുനലൂർ രാജൻ എന്ന ഫോട്ടോഗ്രാഫറെക്കുറിച്ച് എഴുതിയത്, ബാക്കി എല്ലാവരെക്കുറിച്ചും പറയാറുണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയ ഒന്ന് ശ്രീ പുനലൂർ രാജനെക്കുറിച്ചുള്ള ഈ പുസ്തകത്തിലെ വിവരണമാണ്. ഞാൻ എൻ്റെ വിശദാംശങ്ങളിൽ കടക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഒരു ഫോട്ടോഗ്രാഫർ ക്യാമറയ്ക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് എന്ന് എപ്പോഴും ഞാൻ ചിന്തിക്കാറുള്ള കാര്യം വേറൊരു രൂപത്തിൽ ബിജു ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഏതായാലും ഈ പുസ്തകത്തിൻ്റെ അവതാരികയിൽ പറഞ്ഞ ഒരു പരാമർശം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ശ്രീ ജോൺ ബ്രിട്ടാസിനെ ഈ പരിപാടി ഞാൻ ചെയ്യുമ്പോൾ എന്നെ സ്നേഹിക്കുകയും ശാസിക്കുകയും ചെയ്ത ജോൺ ബ്രിട്ടാസിനെ കുറിച്ച് കൂടി ബിജു മുത്തത്തി തൻ്റെ പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട്. അത് ഒരു പ്രൊഫഷണലിസത്തിൻ്റെ കൂടി ഭാഗമാണ്. എനിക്കും അത് വായിച്ചപ്പോൾ സന്തോഷകരമായൊരു ഓർമ്മ എന്നിലേക്ക് വന്നു. എൻ്റെ പ്രൊഫഷണൽ ജീവിതത്തിലും ശ്രീ ബ്രിട്ടാസിൻ്റെ സ്നേഹപൂർണമായ ഈ പ്രൊഫഷണൽ സമീപനം എനിക്ക് മാത്രമല്ല, എൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന പലർക്കും അത് പ്രയോജനകരമായി തീർന്നു എന്നുള്ളത് കൂടി ഞാൻ ഈ ബിജുവിൻ്റെ പരാമർശത്തെ മുൻനിർത്തി അനുസ്മരിക്കുകയാണ്. ഏതായാലും പുസ്തക ചടങ്ങിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ ശ്രീ ജോൺ ബ്രിട്ടാസ് MPയെ ഞാൻ സ്നേഹാദരവോട് ക്ഷണിക്കുന്നു. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ എബ്രഹാം മാത്യു, പ്രകാശന കർമ്മം നിർവഹിക്കുന്ന പ്രിയപ്പെട്ട ശൈലജ ടീച്ചർ, പുസ്തകം ഏറ്റുവാങ്ങുന്ന NE സുധീർ, ഈ ഒരു ചടങ്ങിൻ്റെ കേന്ദ്രബിന്ദുവായ ബിജു മുത്തത്തി, സ്വാഗതം ആശംസിച്ച പ്രവീൺ, സുഹൃത്തുക്കളെ, ഇവിടെ ഈ പുസ്തക പ്രകാശനത്തിന് വരണമെന്ന് ബിജു മുത്തത്തി ശഠിച്ചപ്പോൾ അതിന് പിന്നിൽ പല കാരണങ്ങളുണ്ടെന്ന് എനിക്കറിയാം. എന്താ കാരണം എന്ന് വെച്ചാൽ, ഔദ്യോഗിക ജീവിതത്തിലെ ചില വീഴ്ചകൾക്ക് വേണമെങ്കിൽ ഈ ഒരു പുസ്തക പ്രകാശനം മറയാക്കാൻ കഴിയുമെന്നുള്ള ഉത്തമ ബോധ്യമുള്ള ഒരാൾ കൂടിയാണ് ബിജു മുത്തത്തി. എനിക്ക് ബിജുവിനോടുള്ള
ആദരവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമെന്ന് പറയുന്നത് സാധാരണഗതിയിൽ ക്യാമറയിൽ പകർത്തി ഒന്നോ രണ്ടോ തവണ സംപ്രേഷണം ചെയ്ത് അവസാനിക്കേണ്ട പല ഘടകങ്ങളെയും അദ്ദേഹം പുസ്തകത്താളുകളിലേക്ക് സ്വാംശീകരിച്ച് അതിനൊരു നിത്യായുസ് നൽകുന്ന ഒരു പ്രത്യേക സ്വഭാവം അപൂർവം പത്രക്കാരിൽ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നതെല്ലാം വലിയ മാധ്യമ മേഖലയിലെ കുലപതികളാണ്. കുലപതി എന്ന് പറയുമ്പോൾ ലാല് തലയൊന്ന് ഉയർത്തി, ലാലും കുലപതി തന്നെ. പക്ഷേ നമ്മളിലുള്ള ഒരു രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ട കാഴ്ചകളും കേട്ട കാഴ്ചകളും പറഞ്ഞ കാഴ്ചകളും ഒരുപക്ഷെ വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് സൂക്ഷിച്ചു വെക്കാറില്ല. ശ്രീ എൻ പ്രഭാകരൻ തൻ്റെ ആമുഖ വാക്കുകളിൽ പറഞ്ഞതുപോലെ സാധാരണ കാഴ്ചയിൽ ബിജു ഒപ്പിയെടുത്ത അസാധാരണ വ്യക്തിത്വങ്ങളാണ് ഈ പുസ്തകത്തിലൂടെ കടന്നു പോകുന്നത്. പിടന്നിനെയുള്ള ഒരു നോട്ടത്തിൽ ആ വ്യക്തികൾക്കൊന്നും സവിശേഷമായിട്ടുള്ള സിദ്ധിയില്ല. പക്ഷേ ഒന്ന് സ്ഫുടം ചെയ്ത് അവരെ അപഗ്രഥിക്കുമ്പോൾ ഒരു അസാധാരണത്വം അവരിൽ ശരിക്കു പറഞ്ഞാൽ കത്തിജ്വലിക്കും. ഇവിടെ ബിജു പരാമർശിക്കുന്ന വ്യക്തികൾ 40 മനുഷ്യരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ 40 മനുഷ്യരിൽ ഒരുപാട് ആൾക്കാരെ എനിക്ക് നേരിട്ട് അറിയാം. അതിൽ ജലമനുഷ്യൻ കുഞ്ഞമ്പ് മുതൽ, അതുപോലെ തന്നെ ജമിനി ശങ്കരേട്ടൻ മുതൽ, അതുപോലെ പുല്ലേരി വാദ്യാറില്ലത്തിലെ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, പുനലൂർ രാജൻ, ഡൽഹിയിലെ പണിക്കേഴ്സ് ട്രാവൽസിൻ്റെ സാരഥിയായിരുന്ന പണിക്കർ ചേട്ടൻ, അങ്ങനെ ഒരുപാട് ആൾക്കാരെ എനിക്ക് അറിയാം. യഥാർത്ഥത്തിൽ ഞാൻ ഈ പുസ്തകത്താളുകളിലൂടെ പോയപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ഡൽഹിയുടെ പശ്ചാത്തലത്തിലാണ്. ഡൽഹിയിൽ ഇപ്പോൾ വിഷപ്പുകയാണ്. ഞങ്ങൾ സ്മോഗ് എന്ന് പറയും. അത് ഫോഗുമല്ല സ്മോക്കുമല്ല, രണ്ടും കൂടെ കൂട്ടിച്ചേർന്നൊരു സാധനമാണ്. ആ വിഷപ്പുകയിൽ ഒരു പക്ഷേ നല്ലൊരു കാറ്റ് വീശുകയോ ഒരു മഴ പെയ്യുകയോ ചെയ്താൽ ആ വിഷപ്പുക കെട്ടടങ്ങും. അതുപോലെ നമ്മുടെ സമൂഹത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഒരു തിന്മയുടെ പുകപടലങ്ങളെ വകഞ്ഞു മാറ്റി സമൂഹത്തിന് മുമ്പോട്ട് പോകാൻ കഴിയുന്നത് ഇതുപോലുള്ള മനുഷ്യന്മാരുടെ സാന്നിധ്യം കൊണ്ടാണ്. ഈ ഓരോ വ്യക്തിയും തൻ്റെ ചുറ്റുവട്ടത്ത് വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചവരാണ്. പക്ഷേ ആ അത്ഭുതങ്ങളൊന്നും അവർ ആരവമിട്ടുകൊണ്ട് അല്ലെങ്കിൽ അമ്പാരി മുഴക്കിക്കൊണ്ടൊന്നും ആരോയും അറിയിച്ചിരുന്നില്ല. അതൊരു നിശബ്ദതയുടെ ഒരു പ്രയാണമായിരുന്നു. എന്തായാലും ബിജുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ നിശബ്ദമായി ഇതുപോലുള്ള മണികളെ വിളക്കി ചേർക്കുക എന്നുള്ളത്. അപ്പോൾ പുനലൂർ രാജനെക്കുറിച്ച് അബ്രഹാം മാത്യു പറഞ്ഞു. അദ്ദേഹവുമായിട്ട് നല്ലൊരു ബന്ധം എനിക്കുണ്ടായിരുന്നു. ഡൽഹി വരുമ്പോൾ ഒരുപാട് സമയങ്ങൾ ചെലവഴിച്ചിരുന്നു. അദ്ദേഹം യഥാർത്ഥത്തിൽ പുനലൂർ രാജൻ്റെ ഫ്ലാഷുകളിലൂടെയാണ് കേരളത്തിൻ്റെ ചരിത്രം സമ്പൂർണ്ണമാകുന്നത്. ഒരുപക്ഷെ ആ ഫ്ലാഷ് ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരുപാട് വിടവുകൾ നമ്മുടെ സാമൂഹ്യ സാഹിത്യ സാംസ്കാരിക ചരിത്രത്തിൽ ഉണ്ടാകുമായിരുന്നു. എന്നാൽ അദ്ദേഹം ഒരിക്കലും ഈ ഫ്ലാഷിൻ്റെ മുമ്പിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതും ഒരു സത്യമാണ്. ഇങ്ങനെ ഒരുപാട് വ്യക്തികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തിയെക്കുറിച്ച് ഇങ്ങനെ വായിക്കുകയായിരുന്നു. അതായത് ഹസ്രത് മൊഹാനി, അത് ശരത് ടീച്ചർക്ക് അറിയായിരിക്കും. അദ്ദേഹത്തിൻ്റെ 150ാമത്തെ ജന്മവാർഷികമാണിപ്പോൾ. അതായത് ഇൻകുലാബ് സിന്ദാബാദ് എന്നുള്ള പദം കോയിൻ ചെയ്തൊരു വ്യക്തി, ഇതുപോലുള്ള സവിശേഷതയുള്ള ഒരു വ്യക്തിയായിരുന്നു. അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ വരുമ്പോൾ ഒരു മധ്യവർഗത്തിലെ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ അങ്ങ് ചെയ്യുന്നത് പോലെ ഒരു മുറുക്കാൻ ചെല്ലവുമായിട്ട് ആ കോളേജിലേക്ക് വരുവാണ്. പിന്നീട് ആ വ്യക്തിയിലുണ്ടായിട്ടുള്ള രൂപാന്തരം, കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകനായി, ഒരുപക്ഷെ പൂർണ്ണ സ്വാതന്ത്ര്യം എന്നുള്ളൊരു മുദ്രാവാക്യം ലാഹോർ കോൺഗ്രസ്സിൽ മുഴക്കിയ വ്യക്തി, പിന്നീട് മുസ്ലിം ലീഗിലേക്ക് പോകുന്നു. അതിനുശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക അംഗമാകുന്നു. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ അദ്ദേഹം അംഗത്വം എടുക്കുന്നു. അതിനേക്കാളേറെ ഏറ്റവും രസകരമായ ഒരു കാര്യം, ഉറുദു കവിതകളിലൂടെ അദ്ദേഹം വിഹരിക്കുമ്പോൾ തന്നെ കൃഷ്ണനോടുള്ള ഭക്തി കാരണം ജന്മാഷ്ടമി ദിവസം മധുരയിൽ പോകുന്നു. മെക്ക, മധുര, മോസ്കോ എന്നുള്ള ഒരു ടാഗ് ലൈൻ സൃഷ്ടിച്ചൊരു വ്യക്തി. ഇന്നത്തെ കാലത്ത് ഒരു മുസ്ലിം പണ്ഡിതനായ ഒരു വ്യക്തി മെക്ക, മധുര, മോസ്കോ എന്നൊക്കെ പറഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുക?
അതിനേക്കാൾ ഒരുപക്ഷെ സുധീറിന് അറിയാമായിരിക്കും, ഗുലാം അലി പാടിപ്പെരിപ്പിച്ച ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഗസൽ ചുക്കേ ചുക്കേ രാദ്ദിൻ എന്നുള്ളതിൻ്റെ സൃഷ്ടി. അപ്പോൾ ഇങ്ങനെയുള്ള എത്രയോ വ്യക്തികൾ നമ്മുടെ സമൂഹത്തിൽ ഒരുപക്ഷെ സെലിബ്രേറ്റ് ചെയ്യാതെ പോകുന്നു. ഇപ്പം മൊഹാനിയെക്കുറിച്ച് പലർക്കും അറിയാമെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ പ്രസക്തി നമുക്ക് ആർക്കും അറിയില്ല. സെൻട്രൽ അസംബ്ലിയിൽ ഭഗത് സിംഗ് ബോംബെറിഞ്ഞ ശേഷം അദ്ദേഹം ആദ്യം വിളിച്ചത് ഇൻക്ലാബ് സിന്ദാബാദ് എന്നുള്ളതാണ്. അപ്പോൾ അതുപോലുള്ള വ്യക്തിത്വങ്ങളെ നമ്മുടെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക്, ഒരുപക്ഷെ നമ്മുടെ കാലിക സംഭാഷണ വിഷയങ്ങളിലേക്ക് കണ്ണിയായി ചേർക്കുന്ന ഒരു പുസ്തകമാണ് ബിജു മുത്തത്തി രചിച്ചിരിക്കുന്നത്. ആ പുസ്തകത്തിന് ചിത്രങ്ങൾ കോറിയത് കൈരളിയിലെ തന്നെ കിരൺ ഗോവിന്ദാണ്. അപ്പം ഞാൻ ചന്ദ്രശേഖരനോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇത്രയും കഴിവുള്ള ആൾക്കാരുടെ കഴിവൊന്നും ആ സ്ഥാപനത്തിൽ തെളിഞ്ഞു കാണുന്നില്ലല്ലോ എന്നുള്ള ഒരു കാര്യവും കൂടിയാണ്. ഇത് ബിജു മുത്തത്തിക്കും ബാധകമാണെന്ന് ചന്ദ്രശേഖരൻ മുഖഭാവത്തോടുകൂടി എനിക്ക് സന്ദേശം അയക്കുന്നുണ്ട്. എന്തായാലും ഈ പുസ്തക പ്രസാദനം എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഇതുപോലുള്ള സ്ഫുടം ചെയ്തെടുത്ത നന്മയുടെ മന്ദമാരുതം പോലെ നമ്മുടെ സമൂഹത്ത് തിന്മയുടെ പുകപടലങ്ങളെ വകഞ്ഞു മാറ്റി സമൂഹത്തിന് മുമ്പോട്ട് പോകാനുള്ള നല്ല ചെയ്തികൾ സംഭാവന ചെയ്ത വ്യക്തികളുടെ ആഘോഷമാണ്. ആ ആഘോഷത്തിൽ ഞാൻ കൂടി ഭാഗഭാക്കാവുന്നു. ഔപചാരികമായി ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് പിൻവാങ്ങുന്നു. നന്ദി, നമസ്കാരം. അടുത്തത് പുസ്തക പ്രകാശനമാണ്. പുസ്തകം പ്രകാശനം ചെയ്തതിലേക്കായി കെ ശൈലജ ടീച്ചറിനെയും ഏറ്റുവാങ്ങുന്നതിനായി NE സുധീർ ചേട്ടനെയും ക്ഷണിക്കുന്നു. സംസാരിക്കുന്നതിലേക്കായി ശൈലജ ടീച്ചറിനെ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, ഏറെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ് ഇവിടെ നമ്മൾ നടത്തുന്നത്. ബിജു മുത്തത്തിയെ നേരത്തെ പരിചയമുണ്ടായിരുന്നു. ലേഡീസ് കമ്പാർട്ട്മെൻറ്റ് വായിച്ചപ്പോൾ ബിജുവോടുള്ള സ്നേഹം വളരെ കൂടി. എന്നാൽ ഇപ്പോൾ മനിതർ കാലം വായിച്ചപ്പോൾ ബിജുവോടുള്ള സ്നേഹവും ബഹുമാനവും എല്ലാം കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ്. വളരെ വളരെ ഉചിതമായിട്ടുള്ള ഒരു കാര്യമാണ് ബിജു നിർവഹിച്ചത്. ഇത്ര മനോഹരമായിട്ടുള്ള ഭാഷ, ഉൾക്കാഴ്ച ബിജുവിനുണ്ട്. എന്നാൽ അത് കുറേയും കൂടി നേരത്തെ എഴുത്തിലേക്ക് ധാരാളമായിട്ട് ബിജുവിന് പ്രവേശിക്കാൻ കഴിയുമായിരുന്നു എന്നാണ് തോന്നുന്നത്. ഇവിടെ ശ്രീ ജോൺ ബ്രിട്ടാസ് സൂചിപ്പിച്ചതുപോലെ നിഷ്കളങ്കമായി നടത്തുന്ന ചില മനുഷ്യരുടെ നിഷ്കളങ്ക പ്രവർത്തനങ്ങൾ അത് സമൂഹത്തിൽ എത്രമാത്രം ഫലപ്രദമാണ് എന്നുള്ളത് ആരെങ്കിലും ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് നമ്മളൽപ്പം ബഹുമാനത്തോടെ അവരെ നോക്കിക്കാണുകയും അതിനെ അംഗീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. കേരള എക്സ്പ്രസിൻ്റെ ഭാഗമായി ബിജു കടന്നുപോയിട്ടുള്ള വഴികൾ, അവിടെ പരിചയപ്പെട്ട മനുഷ്യർ, ഒരു ഡോക്യുമെൻ്ററി ഉണ്ടാക്കുക എന്നതിൽ അവസാനിപ്പിക്കാൻ കഴിയുമായിരുന്ന ബിജുവിൻ്റെ പ്രവർത്തനം ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഒരു നാടിൻ്റെ സംസ്കാരമായിട്ട് വളർന്ന് കാണുകയാണ്. നമുക്കെല്ലാം അറിയാവുന്ന ഒരുപാട് ചിരപരിചിതരായിട്ടുള്ള പ്രശസ്തരായിട്ടുള്ള ആളുകൾ ഈ പുസ്തകത്തിനകത്ത് മിന്നി മറയുന്നുണ്ട്. ചേമഞ്ചേരിയെ പോലുള്ള ഒരുപാട് ആളുകൾ, അതിനകത്ത് കുറേ പേരുകൾ സൗബ്രിട്ടാസ് പറഞ്ഞു. പക്ഷേ പെട്ടെന്ന് നമ്മളങ്ങനെ ഓർമ്മിക്കാത്ത, മാധ്യമങ്ങളിലൊക്കെ വന്നിരുന്നെങ്കിലും നമ്മൾ പെട്ടെന്ന് മറന്നുപോയിരുന്ന ഒരുപാട് പ്രതിഭകളെ, ഒരുപാട് അത്ഭുതങ്ങളെ ബിജു പരിചയപ്പെടുത്തുകയാണ്. മൊയ്തു ട്രാവൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു ലേഖനമുണ്ട് ഇതിനകത്ത്. ഒരു മൊയ്തുവിനെ കുറിച്ചാണ്. സഞ്ചാരിയാണ് മൊയ്തു. അദ്ദേഹത്തിൻ്റെ ആ സഞ്ചാരം എത്ര സാഹസികമായിരുന്നു, എത്ര അന്വേഷണാത്മകമായിരുന്നു എന്നുള്ളത് മൊയ്തുവിനെ പരിചയപ്പെടുത്തുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു. ആ സഞ്ചാരത്തിനിടയിൽ വലിയ കാഠിന്യങ്ങൾ അനുഭവിക്കുമ്പോൾ അദ്ദേഹം തുണയായി സ്വീകരിക്കുന്നത് മുഹമ്മദ് നബിയുടെ വാചകങ്ങളെയാണ്. നീ സഞ്ചരിക്കുക, ഭൂമിയിലാകെ സഞ്ചരിക്കുക എന്നത്. എന്തൊരു ശക്തിയാണ് ആ വാചകങ്ങൾക്ക്. ഏത് പ്രതിബന്ധങ്ങളെയും മറികടന്ന് ഭൂമിയെ അറിയാൻ, മനുഷ്യരെ അറിയാൻ നീ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ള വചനമാണ് അദ്ദേഹത്തെ മുന്നോട്ട് നയിച്ചത്. അദ്ദേഹം കാണുന്ന മനുഷ്യർ, അവരുടെ ജീവിതാനുഭവങ്ങൾ, അതെല്ലാം അദ്ദേഹം പറഞ്ഞത് അതുപടി പകർത്തി മൊയ്തുവിലെ സഞ്ചാരിയെ
സഞ്ചാരത്തിൻ്റെ മഹത്വത്തെ നമുക്ക് ബിജു ചൂണ്ടിക്കാണിച്ചു തരികയാണ്. ഞാനെല്ലാം ഇവിടെ പറയുന്നില്ല, കാരണം അതിൻ്റെ ആവശ്യമില്ല. പുസ്തക പ്രകാശനമൊന്നും മാത്രമാണ് എൻ്റെ കടമ. പുസ്തകത്തിൻ്റെ വിശദീകരണം നിങ്ങൾ വായിച്ചിട്ട് തന്നെ ഉണ്ടാക്കണം എന്നുള്ളതാണ്, നമ്മളിവിടെ വിശദീകരിക്കേണ്ടതില്ല എന്നുള്ളതാണ്. പക്ഷേ എൻ്റെ നാട്ടിൽ കണിച്ചാർ പഞ്ചായത്തിലെ, ഞാൻ ഇരിട്ടിയിലാണ്, എൻ്റെ ഇരിട്ടിക്കടുത്ത ഗ്രാമത്തിലാണ്, പായം പഞ്ചായത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നിട്ടുള്ളത്. അതിൻ്റെ തൊട്ടടുത്ത ഒരു ഗ്രാമപഞ്ചായത്താണ് കണിച്ചാർ. അവിടെ SNDPയുടെ ഭാഗമായിട്ടുള്ളൊരു സ്കൂളും അതുപോലെ SNDP മഠമൊക്കെ ഉണ്ട്, ശാഖയൊക്കെ ഉണ്ട്. അവിടെ മാടശ്ശേരി നാരായണേട്ടനെ ഞങ്ങൾക്കെല്ലാം അറിയുമായിരുന്നു. 111-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരിക്കുന്നത്. മാടശ്ശേരി നാരായണേട്ടൻ്റെ പിന്നാലെ ചെന്ന് ബിജു അദ്ദേഹത്തെക്കുറിച്ച്, നമ്മുടെ ചരിത്രത്തെക്കുറിച്ച്, അവിടുത്തെ കുടിയേറ്റത്തെക്കുറിച്ച്, കുടിയേറ്റ കാലത്തെക്കുറിച്ചൊക്കെ ഓർമ്മിപ്പിക്കുകയാണ്. തെക്ക് നിന്ന് കുടിയേറി വടക്കോട്ട് വന്നിട്ടുള്ള 30കളിലും 40കളിലും ഒക്കെ അവരാണ് ഞങ്ങളുടെ ആ മേഖലയിലെ മലബാറിനെ മണ്ണ് പൊന്നാക്കി മാറ്റുന്ന ഒരിടമാക്കി മാറ്റിയത്. കുടിയേറ്റക്കാരെന്ന് പറയുമ്പോൾ ബിജുവിൻ്റെ പുസ്തകത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്, കടന്നു കയറി എല്ലാറ്റിലും ആധിപത്യം പുലർത്തുന്നവർ എന്ന ഒരു ഭാഷയല്ല. ആ കുടിയേറി വന്നവരാണ് ഞങ്ങളുടെ നാടിനെ ഏറ്റവും മനോഹരമാക്കി തീർത്തത് എന്നുള്ളത് ഞങ്ങൾക്കറിയാം. അതിൻ്റെ ഭാഗമായിട്ട് നാട്ടിൽ വന്നിട്ടുള്ള ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഒരുപാട് പള്ളിക്കൂടങ്ങൾ, ഒരുപാട് പള്ളികൾ, ഒരുപാട് സാംസ്കാരിക നിലയങ്ങൾ, ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ കൂട്ടത്തിൽ SNDPയുടെ ഒരു ശാഖയും സ്ഥാപിക്കപ്പെട്ടു. അന്ന് ഞങ്ങളുടെ നാട്ടിലെ ഫ്യൂഡൽ പ്രഭുക്കന്മാർ ക്രിസ്ത്യാനികൾക്ക് വേഗം ഭൂമി കൊടുക്കുമായിരുന്നു. അതാണ്, ക്രിസ്ത്യാനിക്ക് അയിത്തം ഉണ്ടായിരുന്നില്ല. ഹിന്ദുവിലെ താഴ്ന്ന ജാതിക്കാർക്ക് തൊട്ടുകൂടായ്മ അയിത്തം ഉണ്ടായിരുന്നു. നാരായണേട്ടൻ തെക്ക് നിന്ന് കുറച്ച് കാശുമായിട്ട് ഭൂമി വാങ്ങാൻ ചെന്നപ്പോൾ അവിടുത്തെ ജന്മി കുറച്ച് പൈസ കണ്ടപ്പോൾ ജന്മിക്ക് ഭൂമി കൊടുക്കാമെന്നായി. പക്ഷേ ജന്മി അതിന് പറഞ്ഞത് അത് ക്രിസ്ത്യൻ തീയൻ നാരായണനാണ് എന്നാണ്. തെക്ക് നിന്ന് വന്നവരെല്ലാവരും ഒരു ക്രിസ്ത്യാനി പരിവേഷമുള്ളവരാണ്. അതുകൊണ്ട് നാരായണനെ കുറിച്ച് പറഞ്ഞത് ക്രിസ്ത്യൻ തീയനാണ്, അതുകൊണ്ട് കൊടുക്കുന്നത്. ഇവിടുത്തെ തീയന്മാർക്ക് കൊടുക്കില്ല, ക്രിസ്ത്യൻ തീയന് കൊടുക്കാം എന്നുള്ളൊരു മനോഭാവത്തിൽ 300 രൂപ എന്ന് വലിയ പൈസയാണ്. ആ പൈസക്ക് നാരായണേട്ടന് ഭൂമി കൊടുത്തു. നാരായണേട്ടൻ ഒരു വലിയ പ്രമുഖനാണ്. അദ്ദേഹം ശ്രീനാരായണ ഗുരുദേവൻ്റെ ആശയങ്ങൾ അവിടെ പ്രചരിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ വിവരണം നടത്തുന്നതിനിടയിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ ബിജു ഇതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട്. അവിടെ 1924 തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം ഹരിജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ പറഞ്ഞു ഗുരുദേവൻ. അപ്പോൾ കമ്മിറ്റിക്കാർ പറഞ്ഞു ഒരു വർഷം കഴിഞ്ഞിട്ട് വേണമെന്ന് ആദ്യം ചോദിച്ചു. വേണം, ഗുരുദേവൻ ഉറപ്പായിട്ടും പറഞ്ഞു. എന്നാൽ ഒരു വർഷം കഴിഞ്ഞിട്ടാവാം ഗുരുദേവ, തൽക്കാലം ഇദ്ദേഹത്തിൻ്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ്. അത് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ലൊരു മഴ പെയ്തു. അപ്പോൾ ഗുരു ഈ കമ്മിറ്റിക്കാരെയെല്ലാം വിളിച്ചിട്ട് പറഞ്ഞു, ഒരു വർഷം കഴിഞ്ഞല്ലോ, ഇനി ഇപ്പം തന്നെ തുറന്നു കൊടുത്തു. എത്ര രസികത്വത്തോടു കൂടിയാണ് ഗുരുദേവൻ അന്നത്തെ അനാചാരങ്ങളെ ഖണ്ഡിച്ചത് എന്നതുള്ളൊരു സൂചനയാണ്. ഒരു വർഷം കഴിഞ്ഞു, തുറന്നു കൊടുത്തോളൂ എന്ന് ഗുരുദേവൻ പറഞ്ഞതായിട്ടുള്ള അനുഭവം ഇതിനകത്ത് രേഖപ്പെടുത്തുകയാണ്. ഞാൻ കൂടുതൽ പറയുന്നില്ല. ഞാൻ നേരത്തെ ഒരു പുസ്തക പ്രകാശനത്തിൽ പങ്കെടുത്തു. അത് ഗ്രാമപ്രകാശ് മാഷും എല്ലാം കൂടി ചേർന്ന് തയ്യാറാക്കിയിട്ടുള്ള ടു ദി വർക്ക് പ്ലേസ് എന്ന പുസ്തകമാണ്. 1940കളിൽ കുറേ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അധിക്ഷേപങ്ങളെ നേരിട്ടുകൊണ്ട് സംഘം ചേർന്ന് തൊഴിലിടങ്ങളിലേക്ക് വന്നതും നമ്പൂതിരി സ്ത്രീകൾ സാമൂഹ്യ പരിഷ്കാരത്തിന് വേണ്ടി പരിശ്രമിച്ചതും അന്ന് അവർ അവരുടെ ആയുധമായി എഴുതിയുണ്ടാക്കിയ ഒരു നാടകവും അത് പിന്നെ മൺമറഞ്ഞു പോവുക എന്ന് പറഞ്ഞതുപോലെ വിസ്മൃതിയിലാണ്ട് പോയിരുന്നു. 10-60 വർഷം കഴിഞ്ഞിട്ടാണ് അത് പുസ്തകമായിട്ടൊന്ന് പ്രസിദ്ധീകരിക്കാൻ തന്നെ സാധിച്ചത്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഒരു ഇംഗ്ലീഷ് പരിഭാഷ വളരെ മനോഹരമായിട്ട് തയ്യാറാക്കിയിരിക്കുന്നു. അവിടെയും പറഞ്ഞു, ആ പുസ്തകവും സൂചിപ്പിക്കുന്നത് അനാചാരങ്ങളെ എങ്ങനെ ഒഴിവാക്കിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് വന്നതെന്നാണ്. ഞാനൊക്കെ എൻ്റെ കൗമാര യൗവന കാലത്തെല്ലാം തന്നെ ഒരു നല്ല കാലമായിരുന്നു തോന്നിയിട്ടുണ്ട്. ഗുരുദേവാശയങ്ങളെല്ലാം സ്വീകരിക്കുന്ന, ഇടതുപക്ഷ ആശയങ്ങളെല്ലാം സ്വീകരിച്ചുകൊണ്ട് തെറ്റിനെ തെറ്റെന്ന് പറഞ്ഞ് മാർത്തി നിർത്തി ശരിയിലേക്ക് പോകുന്ന ഒരു കാലം. എന്നാലിപ്പോൾ തെറ്റിനെ തെറ്റെന്ന് പറയാൻ പറ്റില്ല. എല്ലാ ആചാരങ്ങളും കൂടെ കൊണ്ടുപോകണമെന്ന് വാദിക്കുകയാണ്. അതാണ് അരക്ക് താഴെ നല്ല നൂല് കൊണ്ട് നെയ്ത വസ്ത്രങ്ങൾ ഉപയോഗിച്ചാൽ കുഴപ്പമില്ല, പക്ഷേ അരക്ക് മേലെ വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് എന്തോ തെറ്റാണ് എന്ന് പറഞ്ഞപ്പോൾ ഗുരുദേവൻ്റെ പിൻഗാമിയായിട്ടുള്ള സച്ചിദാനന്ദ സ്വാമികൾ പറഞ്ഞു, അല്ല, അരക്ക് മേലെ കുപ്പായം ധരിച്ചാലും ദൈവത്തിന് കുഴപ്പമൊന്നുമില്ല, അത്രേ പറഞ്ഞിട്ടുള്ളൂ. എന്തോ ഒരു ബഹളമാണ് അതിനെ ചൊല്ലി ഉണ്ടാകുന്നത്. നിങ്ങളാരാണ്? കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു, സച്ചിദാനന്ദ സ്വാമികൾ പറഞ്ഞതിൽ തെറ്റില്ല. പക്ഷേ ഇദ്ദേഹം ആരാണത് പറയാൻ ചോദിക്കുന്ന കാലമാണിത്. നിങ്ങൾക്ക് പറയാമോ? അപ്പോൾ നമ്മളൊരു ദൈവാരാധനക്കും എതിരല്ല. പാവപ്പെട്ടവൻ്റെ മനസ്സിന് ആശ്വാസമാണ് ഈശ്വരനെ ഭജിക്കുക എന്നുള്ളത്. പക്ഷേ ആ ഈശ്വര പ്രാർത്ഥനയുടെ പിന്നിൽ
ശരിയല്ലാത്ത ആചാരങ്ങൾ പിന്തുടരേണ്ടതില്ല എന്ന് പറയുന്നത് എങ്ങനെ തെറ്റാവുമെന്ന് മനസ്സിലാവുന്നില്ല. നേരത്തെ ഞാൻ പറഞ്ഞു, വൈകിയിട്ടില്ല, ഇപ്പോഴെങ്കിലും പ്രതികരിച്ചില്ലെങ്കിൽ അടുത്ത തലമുറ എവിടെ എത്തിച്ചേരും എന്നുള്ളതിൽ നല്ല ഭയമുണ്ട് എന്നുള്ളത്. ഏതായാലും ബിജുവിൻ്റെ പുസ്തകത്തിനകത്ത് കയ്യൂരിൻ്റെ കഥയുണ്ട്, ഒരുപാട് അനുഭവങ്ങളുണ്ട്. കയ്യൂരെ സഹാക്കളെ കുറിച്ചെല്ലാം ഇതിനകത്ത് വളരെ ഭംഗിയായിട്ട് പറയുന്നുണ്ട്. എന്നാൽ ഇതൊരു കക്ഷി രാഷ്ട്രീയ പുസ്തകമൊന്നുമല്ല. ഇതിനകത്ത് എല്ലാവരും, കല്യാൺ പൂക്കുടനെ കുറിച്ചുണ്ട്, ഞാനത് ഓരോന്നായിട്ട് പറയുന്നില്ല. അതിമനോഹരമായ ഒരു വ്യക്തിയിലൂടെ ഒരു സമൂഹത്തിൻ്റെ, അത് ചെറിയ അധ്യായങ്ങളായിട്ട് എങ്ങനെയാണ് അതിൻ്റെ വളർച്ച, അതിൻ്റെ മുന്നോട്ട് പോക്കെന്ന് സൂചിപ്പിക്കാൻ കഴിയുന്ന ഒരു ഗ്രന്ഥം കൂടിയായി. ഒരു പക്ഷേ ബിജു അത് ഉദ്ദേശിച്ചിരുന്നോ എന്നറിയില്ല. അനുഭവങ്ങൾ പകർത്തുകയാണത്, ഭംഗിയായി പറയുകയാണ് ബിജു ചെയ്തത്. ബിജു മുത്തത്തി എന്ന സാഹിത്യകാരൻ ഇതിനകത്ത് നന്നായിട്ട് ഉദയം കൊണ്ടിട്ടുണ്ട്. ബിജുവിൽ നിന്ന് ഒരുപാട് പുസ്തകങ്ങളും അനുഭവങ്ങളും എല്ലാം നമ്മുടെ മുന്നിലേക്ക് പകർത്തപ്പെടട്ടെ എന്ന ആശംസകളോടുകൂടി ഞാൻ വളരെ സന്തോഷത്തോടെ ബിജു മുത്തത്തിയുടെ മനിതർ കാലം എന്ന ഈ പുസ്തകം അതിൻ്റെ പ്രകാശനം നിർവഹിച്ചതായി. അതായത് മറക്കാനാവാത്ത മനുഷ്യരെക്കുറിച്ചുള്ള, മറന്നുകൂടാത്ത മനുഷ്യരെന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് അവതാരകൻ. അപ്പോൾ അങ്ങനെയുള്ളൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചതിന് നന്ദി കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പുസ്തകം നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുകയാണ്. നന്ദി ടീച്ചർ. അടുത്തതായി NE സുധീറിനെ സംസാരിക്കാനായി ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് അത് വിഷ്വൽ മീഡിയ ആയാലും പ്രിൻ്റ് മീഡിയ ആയാലും ദൈനംദിനമായ വാർത്തകളെ എഴുതി വയ്ക്കുക എന്നതിനപ്പുറത്ത് ചരിത്രത്തിൽ ഇടപെടാനുള്ള ഒരു സാധ്യതയായി കാണുന്നു എന്നുള്ളതാണ് ബിജു ചെയ്ത ഈ പുസ്തകത്തിലൂടെ പ്രധാനപ്പെട്ടൊരു ധർമ്മമെന്ന് ഞാൻ കരുതുകയാണ്. പുസ്തക പ്രകാശന ചടങ്ങിൽ പുസ്തകത്തെക്കുറിച്ച് പറയില്ല എന്ന് ചാഢ്യമുള്ള ഒരാളാണ് ഞാൻ. തീർച്ചയായും ഈ പുസ്തകത്തിലേക്കുള്ള സൂചനകൾ ലോകത്ത് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു സാഹിത്യ മേഖലയായി കരുതുന്ന ഒന്നാണ് ചരിത്രത്തിൽ ഇടം ആഗ്രഹിക്കാതെ പോയ മനുഷ്യരുടെ ജീവിതത്തെ ഒപ്പിയെടുത്ത് അത് ചരിത്രത്തെ പൂർത്തിയാക്കുന്നതിനായി ഉപയോഗിക്കുക എന്നത്. ഒരുപക്ഷെ 2015 നോബൽ സമ്മാനം കിട്ടിയ ബെലോറഷ്യൻ എഴുത്തുകാരി സ്വെറ്റ്ലാന അലക്സിയോവിച്ച് ചെയ്തത് ഈ ഓറൽ ഹിസ്റ്ററിയാണ്. ജീവിച്ചുപോയ മനുഷ്യരുടെ ഓരോ ചരിത്രത്തിൻ്റെ ഘട്ടങ്ങളിലും ദുരന്തങ്ങളിലുമൊക്കെ അനുഭവങ്ങൾ ഏറ്റുവാങ്ങി മറഞ്ഞു പോകാൻ വിധിക്കപ്പെട്ട മനുഷ്യരുടെ ഓർമ്മകളെ ഏറ്റെടുത്തുകൊണ്ട് അത് ലോകത്തിൻ്റെ മുന്നിൽ, വായനക്കാരുടെയൊക്കെ മുന്നിൽ വയ്ക്കുകയും അതിലൂടെ ചരിത്രത്തെ പുനർവായനയ്ക്ക് സാധ്യതയൊരുക്കുകയും ചെയ്യുക എന്നുള്ളത്. ഒരുപക്ഷെ മലയാളത്തിൽ അങ്ങനെ ഒരു സാധ്യത അധികമൊന്നും ഉണ്ടായിട്ടില്ല. ആ സാധ്യതയിലേക്കുള്ള ഒരു വലിയ ചുവടുവെപ്പാണ് ബിജു ഈ പുസ്തകത്തിലൂടെ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇങ്ങനെ എഴുതപ്പെടുന്ന ബ്രിട്ടാസ് പറഞ്ഞതുപോലെ കാഴ്ചയിൽ അവസാനിക്കാനുള്ളതല്ല ചിലതൊന്നും, കാഴ്ചയ്ക്കപ്പുറം നിലനിൽക്കാനുള്ള ഒരു കരുത്ത് പുസ്തകത്തിനുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു വരാം. 16-ാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന ഒരു സ്വർണ്ണപ്പണിക്കാരൻ, ബെനിവിറ്റോ സെലിനി എന്ന് പറയുന്ന സ്വർണ്ണപ്പണിക്കാരൻ, അദ്ദേഹത്തിൻ്റെ ആത്മകഥ വെറുതെ എഴുതി വെച്ചു. ഇന്ന് ലോകം ആരാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആത്മകഥകളിലൊന്നായി അത് നിലനിൽക്കുന്നുണ്ട്. വ്യക്തി ആര് എന്നുള്ളതല്ല, വ്യക്തി ഏതു തരത്തിലാണ് സമൂഹത്തെ കണ്ടത്, സാമൂഹിക ക്രമത്തിൽ ഇടപെട്ടത് എന്നുള്ളത് പ്രധാനമാണ്. ഇതിലെ വ്യക്തികളെല്ലാം തന്നെ അവരുടെ ജീവിതത്തെ പരിഗണിക്കാതെ സമൂഹത്തിൽ ഇടപെടുകയും അവരുടേതായ ചിലത് നീക്കിവെക്കുകയും ചെയ്തവരാണ്. ആ മനുഷ്യരെ ഓർമ്മിച്ചു എന്നുള്ള വലിയ ധർമ്മത്തിന് മുത്താത്തിയെ ഞാൻ അനുമോദിക്കുന്നു. ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷവും പങ്കുവയ്ക്കും. നന്ദി സർ. മറുപടി പ്രസംഗത്തിനായി ബിജു മുത്തത്തിയെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന, നിൽക്കുകയും ചെയ്യുന്ന ഏറെ പ്രിയപ്പെട്ടവരെ, പുസ്തക ഗ്രന്ഥകർത്താവ് അയാളുടെ പുസ്തകത്തെക്കുറിച്ച് പറയുന്നതിൽ പന്തികേടുണ്ടാവും. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. പറഞ്ഞത് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ചരിത്രത്തിൻ്റെ ഇന്ധനം എന്നൊരു പ്രയോഗമുണ്ട്. MN വിജയൻ മാഷ് നിരന്തരം പറയുന്ന ഒരു വാക്കായിരുന്നു ചരിത്രത്തിൻ്റെ ഇന്ധനം. പുരോഗമന സാഹിത്യകാരനുമായി ബന്ധപ്പെട്ട പല ചർച്ചകളിലും അദ്ദേഹം പറയാറുണ്ട്, വാഹനങ്ങൾ ഓടിക്കഴിഞ്ഞ ശേഷം ഇന്ധനം എവിടെയെന്ന് ചോദിക്കരുത് എന്ന് അദ്ദേഹം പറയാറുണ്ട്. ഒരുപക്ഷെ കേരള എക്സ്പ്രസ് ഒരു ദശാബ്ദം കഴിഞ്ഞതിന് ശേഷവും ഇന്ധനം എവിടെയെന്ന് ചോദിച്ചാൽ ഇന്ധനം കാണിക്കാനുണ്ട്. ആ ഇന്ധനമാണ് ഈ പുസ്തകം എന്ന് പറയുന്നത്. ഈ പുസ്തകവും നേരത്തെ ഇറങ്ങിയ ലേഡീസ് കമ്പാർട്ട്മെൻറ്റ് എന്ന പുസ്തകവും അങ്ങനെ ഒരു ഉത്തരമാണ്. പക്ഷേ ഇന്ധനവും അത് ഓടിക്കാനുള്ള ലോക്കോ പൈലറ്റും മാത്രം പോരാ.
പാളം വേണം, വഴി വേണം. അതൊരുക്കി തന്നത്, ഈ യാത്രയ്ക്ക് പാളമായത് കൈരളി ടി വിയാണ്. കൈരളി ടി വി തന്ന വിലാസം, കൈരളി ടി അല്പം വൈകാരികതയാണ് കൈരളിയെക്കുറിച്ച് പറയുമ്പോൾ. കൈരളി തന്ന വിലാസമാണ് ഈ കേരള എക്സ്പ്രസ്സിനെ സാധ്യമാക്കിയത്. ഇപ്പം ഞാൻ കുറച്ച് മുമ്പ് ഈ പുസ്തകം 1-2 പേർക്ക് ഒപ്പിട്ട് കൊടുക്കുമ്പോൾ ഒരു കുട്ടി പറഞ്ഞു, ഇതിൽ മുഴുവൻ വയസ്സന്മാരാണല്ലോ എന്നുള്ളതാണ്. ഇതിൻ്റെ മുഖചിത്രത്തിൽ മുഴുവൻ വയസ്സന്മാരാണല്ലോ എന്നാണ് പറഞ്ഞത്. ഞാൻ അപ്പോൾ ഒന്നും പറയുന്നില്ല, ഇപ്പോഴാണ് അതിൻ്റെ മറുപടി പറയുന്നത്. ഇതിൽ പലപ്പോഴും ആ കുട്ടി അത് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത്. ഒരുപക്ഷെ തന്ത വൈബ് എന്ന് പരിഹസിക്കാവുന്ന ആളുകളുടെ ഒരു സംഘാതമാണ്, ഒരു കൂട്ടം തന്നെയാണ് ഈ പുസ്തകം. ഞാനതിനെ പ്രതിസന്ധി എന്നുള്ളത് ഇൻവേർട്ടർ കോമയിട്ട് പറയുകയാണ്. ഞാനതിനെ പ്രതിസന്ധിയായി കാണുന്നില്ല. പക്ഷേ പ്രതിസന്ധി ആയേക്കാം നാളെ എന്നുള്ള. ഇത് തന്ത വൈബ് മാത്രമുള്ള ആളുകൾ മാത്രമല്ല, തന്തയുടെയും തന്ത വൈബുള്ള ആളുകളാണ്. ഞാൻ 2 കഥാപാത്രങ്ങളെ മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ. ഒന്നിപ്പോൾ ടീച്ചർ പറഞ്ഞു, മാടശ്ശേരി നാരായണൻ എന്ന്. അദ്ദേഹം ശ്രീനാരായണ ഗുരുവിനെ കണ്ട ആളാണ്. 2 തവണ നാരായണ ഗുരുവിനെ കണ്ടിട്ടുണ്ട്. നാരായണ ഗുരുവിൻ്റെ പ്രസംഗം അദ്ദേഹം ദൂരെ നിന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെയാണ് അദ്ദേഹം ആ ഒരു ഇതൊക്കെ ആയിട്ടാണ് അദ്ദേഹം തെക്ക് നിന്നും വടക്കോട്ടേക്ക് കുടിയേറി വരുന്നത്. അദ്ദേഹത്തിന് വയസ്സ് 111 നോക്കണം. 110ാമത്തെ വയസ്സിലാണ് നമ്മൾ അദ്ദേഹത്തെ കാണുന്നത്. 111 വയസ്സാണ് അദ്ദേഹത്തെ കാണുമ്പോൾ. അദ്ദേഹം ഇപ്പോൾ ടീച്ചർ പറയാത്തൊരു ഭാഗമുണ്ട്. ആചാരങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്, ശബരിമലയിൽ പോകുന്നതിനെക്കുറിച്ച്. അദ്ദേഹം പറയുന്ന അവിടെയുള്ള ക്രിസ്ത്യാനികളെയൊക്കെ കൂട്ടി ഞാൻ ശബരിമലയിലേക്ക് പോകാറുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ എല്ലാവർക്കും ശബരിമലയിൽ പോകാം, അതിനെന്താ ഒരു തടസ്സം? യുവതികൾക്കും പോകാം, സ്ത്രീകൾക്കും പോകാം, എല്ലാവർക്കും പോകാം, വിശ്വാസമുള്ള എല്ലാവർക്കും പോകാം എന്നാണ് അദ്ദേഹം പറയുന്നത്. നോക്കണം, അദ്ദേഹത്തിൻ്റെ വയസ്സ് 111 അദ്ദേഹത്തിൻ്റെ വയസ്സ്. അപ്പോൾ ശ്രീനാരായണ ഗുരുവിനെ പല നിലയ്ക്കും നാരായണ ഗുരു ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലമാണ്. പല നിലയ്ക്കും പലതരത്തിലും നാരായണ ഗുരുവിൻ്റെ പ്രസക്തി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലമാണ്. അതോടൊപ്പം നാരായണ ഗുരുവിനെ അപ്രസക്തനാക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. അത്തരം ഫാസിസ്റ്റ് ശ്രമങ്ങളും നടക്കുന്നുണ്ട്. അതിനിടയിലാണ് നമ്മൾ ഇദ്ദേഹത്തെ കാണുകയും ഇപ്പോഴും ആ ഒരു കുടിയേറ്റ കർഷകൻ അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് പോലും 111ാം വയസ്സിൽ പോലും ആ ഒരു നിലപാട് സൂക്ഷിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരാൾ എന്ന് പറയുന്നത് വടക്കൻ കേരളത്തിൽ 105 വയസ്സുള്ള ഒരു വെളിച്ചപ്പാടുണ്ട്. അദ്ദേഹത്തിൻ്റെ 105ാം വയസ്സിലാണ് നമ്മൾ അദ്ദേഹത്തെ കാണാൻ പോകുന്നത്. ആ വെളിച്ചപ്പാടും പറയുന്നത് നോക്കുക. 105ാം വയസ്സിൽ അദ്ദേഹം പറയുന്നത് കേൾക്കുക. ആചാരങ്ങളെക്കുറിച്ച് പറയുകയാണ്. വടക്കൻ കേരളത്തിൽ നമുക്കറിയാം, ഈ തീച്ചാമുണ്ടി പോലുള്ള തെയ്യങ്ങളുണ്ട്, ഒറ്റക്കൊലം പോലുള്ള തെയ്യങ്ങൾ. തീയിലിട്ടിങ്ങനെ 100 തവണയൊക്കെ വലിക്കും. അത് പുതിയ ചെറുപ്പക്കാരാണ് ഇപ്പോൾ അവിടുത്തെ ക്ഷേത്ര കമ്മിറ്റികളൊക്കെ. അപ്പോൾ ആ വലിക്ക് എന്ന തരത്തിലാണ് പറയുക. ആ വലിക്കട്ടെ 1, 2, 3 എണ്ണും ചെറുപ്പക്കാർ ക്യാമറയ്ക്കായി വന്ന്. പക്ഷെ പൊള്ളുന്നത് ഒരു മനുഷ്യനാണ്. അതിൽ അയാൾ എത്ര കലയായാലും അനുഷ്ഠാനമായാലും പൊള്ളുന്നത് ഒരു മനുഷ്യനാണ്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത്, ഇദ്ദേഹം വളരെ പ്രായമൊക്കെ ഉള്ള ആളെ, 100 വയസ്സൊക്കെ ഉള്ളതാണ്. ഇദ്ദേഹം പറയും 2 വലിക്കുമ്പോൾ തന്നെ പറയുകയാണ്, മതി, ഇത്രയൊക്കെ ദൈവത്തിന് മതി. അതായത് ദൈവത്തിൻ്റെ ഒരു പ്രതിപക്ഷം പറയുമ്പോൾ പിന്നെ ആരും ഒന്നും പറയില്ല. നോക്കുക എത്ര വിപ്ലവകരമാണത്. നമ്മൾ ഈ പറയുന്ന 18, 25, 30 എന്ന് പ്രായം ഒക്കെ പറയുന്ന ആളുകളെക്കാളും അവരെയൊക്കെ വെല്ലുവിളിക്കുന്ന തരത്തിൽ എത്രമാത്രം യൗവനമാണവർ. അവരുടെ യൗവനത്തിൻ്റെ ഊർജം എത്ര ശക്തമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം മനുഷ്യർ എന്നുള്ളത് ഇപ്പോൾ ഇതിൽ പറയുന്നുണ്ട്. TS തിരുമുമ്പിൻ്റെ കവിത പറയുന്നുണ്ട്, കയ്യൂരിലൂടെ പോകുമ്പോൾ പറയുന്നുണ്ട്, തലനരക്കാത്തതല്ലെൻ്റെ യൗവനം, തലനരക്കുന്നതല്ലെൻ്റെ വാർദ്ധക്യം, കൊടിയ ദുഷ്പ്രഭുത്വത്തിന് മുന്നിൽ തലകുനിക്കാത്തതാണ് എൻ്റെ യൗവനം എന്ന്. ഓരോ അർത്ഥത്തിലും ഇതിലെ കഥാപാത്രങ്ങൾ പറയുന്നത് അതുതന്നെയാണ്. ആ കവിത ഓരോ അർത്ഥത്തിൽ ഈ മനുഷ്യന്മാർ പറയുന്നത് ഈ ഒരു യൗവനത്തിൻ്റെ, ഇപ്പോഴും യൗവനമെന്നുള്ളതൊരു പ്രായമല്ല, ഒരു നിലപാടാണ് എന്ന് പറയുന്ന കഥാപാത്രങ്ങളാണ്
ഇതിലുള്ളത്. മറ്റൊരു ചോദ്യം വന്നത് ഈ സാധാരണക്കാരും ഒക്കെ ഉള്ള ആളുകളുടെ ഇടയിൽ നിങ്ങൾ എന്തിനാണ് ആർട്ടിസ്റ്റ് നമ്പൂതിരിയെ പോലുള്ള കേരളമൊക്കെ ആഘോഷിച്ച വലിയ ആളുകളെ എന്താണ് ഉൾപ്പെടുത്തിയത് എന്നൊരു ചോദ്യവും എനിക്കുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ആർട്ടിസ്റ്റ് നമ്പൂതിരിയെക്കുറിച്ച് ഒരു ബൃഹത് ഗ്രന്ഥം തന്നെ എഴുതിയ ആളാണ് സുധീറട്ടൻ. അപ്പോൾ ആർട്ടിസ്റ്റ് നമ്പൂതിരിയെക്കുറിച്ച് അതിൽ ഉൾപ്പെടുത്താൻ ഒരു കാരണമുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അവരെ പോലെ തന്നെയാണ് ഇവരും, ഇവരെ പോലെ തന്നെയാണ് അവരും എന്ന് സ്ഥാപിക്കാൻ വേണ്ടി തന്നെയാണ് ഞാനത് ചെയ്തത്. വലിയ ഈ ആഘോഷിക്കപ്പെടുന്ന എഴുത്തുകാരെ പോലെ തന്നെയാണ്, കലാകാരന്മാരെയും ചിത്രകാരന്മാരെയും പോലെ തന്നെയാണ് ഈ തുരങ്കം കുഴിക്കുന്ന കുഞ്ഞമ്പുവേട്ടനും അതുപോലെ തന്നെയാണ്. അതുമാത്രമല്ല, എഴുത്തുകാരും നോവലിസ്റ്റുകളും ഇനിയും ഇവിടെ ഉണ്ടാകും, ഇഷ്ടം പോലെ ഉണ്ടാകും, ചിത്രകാരന്മാരുണ്ടാകും. പക്ഷെ സുരങ്കം കുഴിക്കുന്ന, ഇങ്ങനെ ഒറ്റയ്ക്ക് ഒരു മല തുരന്നു പോയി ജലസ്രോതസ്സുകൾ കണ്ടെത്തുന്ന കുഞ്ഞമ്പുവേട്ടനെ പോലുള്ള ആളുകൾ ഇനി ഉണ്ടാവുമെന്ന് തോന്നില്ല, ഉണ്ടാവാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു മിശ്രിതം ഈ പുസ്തകത്തിൽ ചെയ്തതും. എന്തായാലും ഞാൻ പറഞ്ഞത് കൂടിപ്പോയി എന്ന്, അത് കൂടിപ്പോകാനിടയുണ്ട് എന്ന് ആദ്യമേ തന്നെ പറഞ്ഞു. എന്തായാലും കൂടിപ്പോയി എന്ന് തോന്നുന്നു. എന്തായാലും ഇങ്ങനെ ഒരു ചെറിയ കൂടിച്ചേരലിനെ, ഈ എളിയ പുസ്തകത്തിന് ഇത്രമാത്രം ഇങ്ങനെ ഒരു സദസ്സ് ഒരുക്കി തന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.